തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. അതായത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഏറെ വിശ്വസിച്ചിരുന്ന സ്റ്റാലിനും സംഘവും അവസാനവട്ടം കൃത്യമായി വിലയിരുത്തിയപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും ആകുമെന്ന് വിശ്വസിച്ചു. എന്നാൽ സഖ്യകക്ഷികളെല്ലാം മുന്നണി വിടുകയും അവർ തമിഴക വെற்றிക്കഴകത്തിന് പിന്തുണ കൊടുക്കുകയും സ്റ്റാലിൻ നാണം കെട്ട് പടിയിറങ്ങുകയും കുളത്തൂർ എന്ന സ്വന്തം തട്ടകത്തിൽ തമിഴക വെற்றிക്കഴകം സ്ഥാനാർത്ഥിയോട് വൻമാർജിനിൽ തോറ്റ് ആകെ നാണം കെട്ട് വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ്. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി ഒരു രീതിയിലും ആ പാർട്ടിയെ നയിക്കാൻ യോഗ്യനല്ല എന്ന് പാർട്ടി നേതൃത്വം തന്നെ പറയുന്ന അവസ്ഥയാണ്. അത് ഉദയനിധിയുടെ കഴിവില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ്. കാര്യം പൊളിറ്റിക്സിൽ ഉദയനിധിയേക്കാൾ വളരെയധികം ജൂനിയറാണ് വിജയ് എങ്കിൽ പോലും ജോസഫ് വിജയ് എത്ര പെട്ടെന്നാണ് തമിഴകത്തെ കൃത്യമായി തൻ്റെ ഉള്ളം കൈയിലേക്ക് എത്തിച്ചത്. തമിഴക വെற்றிക്കഴകം കോൺഗ്രസുമായി കൈകോർത്തുകൊണ്ട് അടുത്ത പാർലമെൻറ്റിലുള്ള സീറ്റ് ധാരണയിലേക്ക് വരെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 9 ലോക്സഭാ സീറ്റ് DMK നേതൃത്വം നൽകുന്ന മുന്നണി സംവിധാനത്തിലൂടെയാണ് കിട്ടിയത്. അത് നിലനിർത്തുകയോ അതേ രീതിയിൽ തന്നെ തമിഴ്നാട്ടിലൊരു ആധിപത്യം ഉണ്ടാവുകയോ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പരിച്ഛേദവുമായി ബന്ധപ്പെട്ട് നിരന്തരം മുന്നോട്ട് പോകണം.